ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വീഡിയോയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ അതിനായിട്ടൊരു ചെറിയൊരു പെയിന്റിന്റെ വീഡിയോ ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ടൂൾ ബോക്സിലെ ടെക്സ്റ്റ് കൊണ്ട് ടി കൊണ്ടുള്ള ഷോർട്ട് കാണാം. അത് നമുക്ക് ഒന്നെങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഷോർട്ട് കട്ട് ആയിട്ടുള്ള ടി കീബോർഡിൽ പ്രസ് ചെയ്യുക. ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്ക്രീനിൽ ജസ്റ്റ് പോയിട്ട് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. നമുക്ക് ടി നെക്കിയപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള സിമ്പിൾ ഒരു ചെറിയൊരു ബോക്സ് വന്ന് കാണാൻ കണ്ട മൗസിന്റെ കഴ്സിന്റെ അവിടെ നമുക്ക് എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ജസ്റ്റ് ഈ ഒരു സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ഹാപ്പി അല്ലെങ്കിൽ ഹലോ വേൾഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് കീബോർഡിൽ എസ്കേപ്പ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇനി സെലക്ഷൻ ടൂൾ എടുക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് ടെസ്റ്റിലാണ് കിടക്കുന്നത്, ടെസ്റ്റിൽ നിന്ന് സെലക്ഷൻ ടൂൾ എടുക്കണമെങ്കിൽ ഒന്ന് ഈ സെലക്ഷൻ ടൂളിന്റെ അവിടെ ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള വി ടൈപ്പ് ചെയ്യുക. ഇപ്പൊ കണ്ട ഹലോ വേൾഡ്. ഇപ്പൊ ടെസ്റ്റ് കൊണ്ടുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടെ വന്നിട്ടുണ്ട്. കണ്ട ടെസ്റ്റ് കൊണ്ടുള്ള ക്ലിപ്പ്. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ആക്കുക. നമുക്ക് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടെസ്റ്റ് നിൽക്കുക. ടെസ്റ്റ് നോക്കിയിട്ട് ഈ സ്ക്രീനിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ക്ലിപ്പ് ആഡ് ആവും. ഇപ്പൊ അവിടെ ക്ലിപ്പ് ആഡ് ആയിട്ടില്ല. ഈ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീനിൽ ഇവിടെ ക്ലിപ്പ് ആഡ് ആയിട്ടുണ്ടാവും. ഞാൻ ക്ലിപ്പിൽ എന്താണോ വേണ്ടത് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, ഹലോ വേൾഡ്. അപ്പോൾ ടൈപ്പായി. ഇനി ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുക, സെലക്ഷൻ ടൂളിലേക്ക് വേണ്ടിയിട്ട് വി ടൈപ്പ് ചെയ്തു. ഇപ്പോൾ കണ്ട ഇങ്ങനെ. നമുക്ക് ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഫക്റ്റ് കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ ക്ലിപ്പ് ഈ വീഡിയോയുടെ കംപ്ലീറ്റ് പോർഷൻ വരെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് പറ്റും, എത്ര പോർഷൻ വേണമെന്നുണ്ടോ. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇവിടെ തന്നെ മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു വേർഡ് എവിടേക്കാണ് വേണ്ടുന്നത്. അതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെ. അതേപോലെ സൈസ് വലുതാക്കണമെങ്കിൽ വലുതാക്കുക, കുറയ്ക്കുക. അതൊക്കെ നമുക്ക് ഈ ഒരു സർക്കിൾ പോയിന്റ് ഇല്ലേ, കോർണർ പോയിന്റ്, അതേപോലെ ഇവിടെ ഒരു സർക്കിളിന്റെ ഒരു പോയിന്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടുതൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഫക്റ്റ് കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടെസ്റ്റ് കൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഏറ്റവും ടെസ്റ്റ് കൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഈ ടെസ്റ്റിന്റെ സബ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ആരോ കാണാൻ പറ്റും. ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എന്താ കണ്ട ഫില്ല് കൊടുക്കണമെങ്കിൽ ഫില്ലിന്റെ കളർ മാറ്റണമെങ്കിൽ ഫില്ലിന്റെ കളർ മാറ്റാം. നമുക്കൊരു റെഡിഷ് കളർ കൊടുക്കണമെങ്കിൽ റെഡിഷ് കളർ കൊടുക്കാൻ പറ്റും, ഓക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. സ്ട്രോക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളർ കൊടുക്കാൻ പറ്റും. സ്ട്രോക്കിന്റെ എമൗണ്ട് കൂട്ടണമെങ്കിൽ ഇവിടെ കണ്ട ഈ ഒരു 1ന്റെ അവിടെ നമുക്കൊരു 10 കൊടുത്താൽ കണ്ട സ്ട്രോക്കിന്റെ ഇവിടുത്തെ വാല്യൂ മാറാൻ പറ്റും. ഇനി 10 മാറി ഞാൻ കുറച്ചുകൂടി കൊടുക്കുകയായിരിക്കും. കണ്ട 25 കൊടുത്തപ്പോൾ കണ്ട സ്ട്രോക്ക് വല്ലാണ്ട് ഓവറായി, അത്രയും ആവശ്യമില്ല. 73 കൊടുത്തപ്പോൾ ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഒരു സ്ട്രോക്ക് കളർ മാറ്റാൻ പറ്റും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. നമുക്ക് ഇവിടെ ഏത് രീതിയിലാണോ, കുറെ ഫോണ്ടുകളില്ലേ, ഫോണ്ടുകൾ മാറ്റണമെങ്കിൽ ഫോണ്ടുകൾ മാറ്റാം. അങ്ങനത്തെ ഓരോന്നൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. അവിടെ ഫോണ്ട് മാറി അതാണ് കിടന്നിരുന്നത് ഹലോ വേൾഡ്. അങ്ങനെ ഫോണ്ടുകൾ മാറ്റണമെങ്കിൽ ഫോണ്ടുകൾ മാറ്റാം. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ നേരത്തെ മൂവ് ചെയ്തില്ലേ, ആ മൂവ് തന്നെ പൊസിഷൻ വെച്ചിട്ട് പൊസിഷന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 486 ആണ്, ഞാൻ 1000 കൊടുത്തായിരിക്കും. കണ്ട ഇപ്പൊ ഈ സൈഡിക്കായി. അത് ഇവിടെ മാറ്റുന്നതൊക്കെ നല്ലത്. നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ മൂവ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഇതിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ഇവിടെ വേറൊരു വാല്യൂ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പൊ നന്നായി കംപ്ലീറ്റ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ് വിസിബിൾ ആവണ്ട, കുറച്ച് ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ഒരു 50% വിസിബിൾ ആവാൻ മതി. ഇപ്പൊ കണ്ട കുറച്ച് വിസിബിലിറ്റി കുറഞ്ഞു. ഞാൻ 50 അവിടെ വീണ്ടും 20 കൊടുത്തിരിക്കും. അപ്പൊ നന്നായി വിസിബിലിറ്റി കുറഞ്ഞു. അപ്പൊ നമുക്ക് വിസിബിലിറ്റി കുറയ്ക്കണമെങ്കിൽ ഇവിടെ ഒപ്പാസിറ്റി എന്ന വാല്യൂ മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പ് കൂടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ് ആ വീഡിയോ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യുക, കംപ്ലീറ്റ് വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി വീണ്ടും വേറെ ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിക്ക് എസ്കേപ്പ് അടിക്കുക, ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നായിരിക്കും. നമുക്ക് വേറെ ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ടെസ്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഹായ് ടൈപ്പ് ചെയ്താൽ ഹായ് എന്ന് വരും. ഇനി ഇതിന്റെ വേറെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടെസ്റ്റില് ഈ ടെസ്റ്റാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ എഡിറ്റ് ചെയ്യല് ടെസ്റ്റിൽ വീണ്ടും 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് എഫക്റ്റ് കൺട്രോളിൽ തന്നെ കണ്ട ടെസ്റ്റ് ഹായ് കൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ട ടെസ്റ്റ് ഹായ് കൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മൾ ഏത് ക്ലിപ്പാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ എഫക്റ്റ് കൺട്രോളാണ് ഇവിടെ വന്നത്. ഈ മറ്റേ ഹലോ വേർഡ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഹലോ വേർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ട ഹലോ വേർഡിന്റെ ക്ലിപ്പ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. ഞാൻ ഹായ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഹായിന്റെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ടെസ്റ്റ് ഹായിന്റെ അവിടെ ഈ ആരോ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഹായിന്റെ ഫോണ്ടാ എന്താ വെച്ചാൽ മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് മാറ്റം വരുന്നത്.